നമസ്തേ സുമിത്രാ സുപുത്രാഭിവന്ദ്യ നമസ്തേ സദാ കൈകയീ നന്ദനേഡ്യ നമസ്തേ സദാ വാനരാധീശബന്ധോ നമസ്തേ നമസ്തേ സദാ രാമചന്ദ്ര പ്രസീദ പ്രസീദ പ്രചണ്ഡ പ്രതാപ പ്രസീദ പ്രസീദ പ്രപന്നാബ്ജനാഭ പ്രസീദ പ്രസീദ പ്രസന്നാനുകമ്പിൻ പ്രസീദ പ്രസീദ പ്രഭോ രാമചന്ദ്ര. രാമായണം ജീവാമൃതം കർക്കടകം 17. നന്മയുടെ വഴികൾ ആകട്ടെ ഇന്നത്തെ ചിന്താവിഷയം. താരേശതുല്യമുഖിയായ മാനിനി താരാജഗന്മനോ മോഹിനി സുന്ദരി ലക്ഷ്മീ സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിരെന്നറിഞ്ഞില്ലയോ ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായോരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി ചാവല്യമേറുമിജാതികൾക്കൊർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശുഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു 10 ദിക്കിന്നും കപികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം പുത്രകളത്രമിത്രാന്യുതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. കിഷ്കിന്ധാകാണ്ഡത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങളാണ് രാജപ്രതിനിധികളായ ബാലി സുഗ്രീവന്മാർ. വീരപരാക്രമശാലിയായ ബാലി ചിലപ്പോഴൊക്കെ അവിവേകിയായി പോകുന്നില്ലേ എന്നൊരു സംശയം ഉണ്ടായേക്കാം. തെറ്റിദ്ധാരണ കൊണ്ട് അനുജനെ വധിക്കാനൊരുങ്ങുന്നു. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുത ഇല്ല. സഹോദരപത്നിയെ ഭാര്യയാക്കാൻ മടിക്കുന്നില്ല. ഫലമോ എതിരാളിയുടെ പകുതി ബലം നേടാനുള്ള സിദ്ധിയുണ്ടായിട്ടും വിധിക്ക് വഴങ്ങേണ്ടി വരുന്നു. എങ്കിലും ബാലി രാമനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉള്ളിൽ തട്ടുന്നതാണ്. രാമൻ്റെ കർമ്മസിദ്ധി കൊണ്ട് അവ നേരിട്ടു എന്ന് മാത്രം. തെറ്റുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാലിക്ക് ജന്മസാഫല്യമുണ്ടായി. സഹോദരൻ, ഭരണാധികാരി, ബലവാൻ എന്നിവർ എങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം എന്ന് ബാലിചരിതത്തിൻ്റെ ഗുണപാഠമാണ്. മനഃപൂർവമല്ലാത്ത ഒരു പ്രവൃത്തിക്ക് സുഗ്രീവൻ ശിക്ഷിക്കപ്പെടുന്നു. രാജ്യത്തു നിന്ന് നിഷ്കാസിതനായി. എന്നാൽ വീണുകെട്ടിയ സന്ദർഭം പോലെ രാമദർശനം പ്രയോജനപ്പെടുത്തി ശ്രീരാമസഖ്യത്താൽ രാജാവാകാൻ കഴിഞ്ഞു. എന്നാൽ ജ്യേഷ്ഠൻ്റെ മരണത്തിൽ വിലപിക്കുന്നുമുണ്ട്. അംഗദനെ അരുമയായി വളർത്തുന്നു. നല്ല കാലം വരുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ മറന്ന് സുഗ്രീവൻ സുഖതൽപരനാകുന്നു. എങ്കിലും വിശ്വസ്തനായ ഹനുമാന്റെ വാക്കുകേട്ട് കർത്തവ്യ നിരതനാകുന്നുണ്ട്. സുഗ്രീവാജ്ഞ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട വിധം നിർവഹിക്കണമെന്ന് ഇന്നത്തെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മന്ത്രിമാർക്കും സെക്രട്ടറിമാർക്കും മാതൃകയാക്കാവുന്നതാണ് സുഗ്രീവനെയും ഹനുമാനെയും. 4 മാതാക്കളുടെ വാത്സല്യധാരയിൽ വളർന്നവളാണ് താര. ഉത്തമപത്നിയായ താര പ്രത്യക്ഷമായ സംഭവ പരമ്പരകളിലൂടെ ബാലിയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ഫലമുണ്ടായില്ല. വിധവയായി. അക്കാലത്തെ രീതി അനുസരിച്ച് അനുജന്റെ ഭാര്യാപദവി വഹിക്കേണ്ടി വന്നു. അംഗലാവണ്യത്തിൻ്റെ ചതിക്കുഴികളും മനോനൈർമല്യത്തിൻ്റെ മഹിമയും നിത്യജീവിതത്തിൻ്റെ സംഭവങ്ങളാണല്ലോ. ക്രുദ്ധനായ ലക്ഷ്മണനെ സരസ സംഭാഷണത്തിലൂടെ ശാന്തനാക്കുന്നു. ആ ഭാഗമാണ് തുടക്കത്തിൽ നമ്മൾ പാരായണം ചെയ്തത്. ദേവനായ രാമൻ്റെ ശാന്തിഗീതത്താൽ കർമ്മഗതി തെളിയുന്നു. അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ സീതയുടെ മനസ്സിലും താര തെളിയുന്നുണ്ട്. കുറച്ചു ഭാഗത്ത് മാത്രമേ താര പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എങ്കിലും കർത്തവ്യ മഹിമ കൊണ്ട് പഞ്ചകന്യകമാരിൽ ഒരാളായി ശോഭിക്കുന്നു. പരോപകാരമേ പുണ്യം എന്ന പാഠം പഠിപ്പിക്കുന്ന സമ്പാദിയും ഇതിനേക്കാൾ ഉയർന്ന മേഖലയിൽ വിളങ്ങുന്നു. സഹോദര സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയാണ് സമ്പാദി. സ്വത്ത് തർക്കത്താൽ സഹോദരങ്ങൾ പരസ്പരം പോരാടുന്ന ഇന്നത്തെ തലമുറ സമ്പാദി ജടായുക്കളുടെ സ്നേഹചര്യകൾ കണ്ടുപഠിക്കേണ്ടതാണ്. സ്വന്തം ചരിതം പറയുന്നതോടൊപ്പം നിശാകര മഹർഷിയുടെ ഉദ്ബുദ്ധത, അതേപോലെ തന്നെ ശാസ്ത്രവിചാരങ്ങൾ കവി ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. ഭാഷാപിതാവായ എഴുത്തച്ഛൻ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട് സ്വജനതയെ കർമ്മോന്മുഖനാക്കുന്ന കവിയാണ്. വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ജനകീയ കവിയെന്നും വിപ്ലവ കവിയെന്നും വിശേഷിപ്പിക്കാം. രാമലക്ഷ്മണന്മാർ, ബാലി സുഗ്രീവന്മാർ, സമ്പാദി ജടായുക്കൾ എന്നീ ഭ്രാതൃ ജോഡികളുടെ ജീവിത പ്രതിസന്ധികളിലൂടെ വ്യക്തിബന്ധങ്ങളുടെ ശക്തിയും സിദ്ധിയും വ്യക്തമാക്കുന്നു. തിന്മകളുടെ വേരറക്കുന്നു, നന്മയെ പോഷിപ്പിക്കുന്നു. രാമായണത്തിലെ ഓരോ കഥകളും കഥാപാത്രങ്ങളും വിശുദ്ധവും ശുഭോദർക്കവും വിജയപ്രദവുമായ ജീവിതത്തിന് വഴിയൊരുക്കുന്നു. ഹനുമത് സമാഗമവും സുഗ്രീവ സഖ്യവും പ്രശ്ന നിർദ്ധാരണ സരണികളാണ്. സഖ്യം ചെയ്ത് പരസ്പരം കാര്യസിദ്ധി ഉറപ്പിച്ചു എന്നാണ് കവി പറയുന്നത്. വിഷ്ണു മഹിമയും അവതാര ലക്ഷ്യങ്ങളും ചൂണ്ടിക്കാട്ടി വായനക്കാരുടെ മനസ്സിൽ ഭക്തി വളർത്തുകയാണ് കവിയുടെ ലക്ഷ്യം. അതിന് രാമായണം ജീവാമൃതം പ്രേരണയാകട്ടെ.